ആദരണീയരായ എൻ്റെ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൽ പോലും മാറ്റിവെക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. നമ്മുടെ നമസ്കാരത്തിൽ തന്നെ നമ്മൾ എത്രയോ തവണയാണ് ആ പേര് ഉച്ചരിക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. 4 തവണ അവിടെ തന്നെ പറയുന്നു. അങ്ങനെ ഓരോ നമസ്കാരങ്ങളിലും ഒരു സത്യവിശ്വാസി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ ഈ പേര് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും എല്ലാ പള്ളികളിൽ നിന്നും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ആ ബാങ്കിലൂടെ അതിങ്ങനെ ശബ്ദം ഒരിക്കലും വറ്റാത്ത രീതിയിൽ ഓരോ പള്ളികളിൽ നിന്നും അത് വിളിച്ചു പറയുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മുഹമ്മദ് എന്ന് പറയുന്ന ആ പേരിൻ്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. ആ നാമം മുഹമ്മദ് എന്ന നാമം പരിശുദ്ധ ഖുർആനിൽ 4 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഖുർആനിൽ തന്നെ മുഹമ്മദ് എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്. ഇതിനെല്ലാം പുറമെ 5ാമതായിക്കൊണ്ട് അഹമ്മദ് എന്ന പേരിൽ ഒരു നാമം നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കാണാൻ കഴിയും. അതെവിടെയാണ് വന്നത്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ആ ജനങ്ങളോട് അന്ന് പറഞ്ഞു, വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാൻ പോകുന്ന അഹമ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഇങ്ങനെ എല്ലാ വിധത്തിലും സ്തുതിക്കപ്പെട്ടവനാകുന്നു പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ പ്രവാചകനെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ ഒരു നല്ലവനായി ചിത്രീകരിക്കുകയും അഥവാ ഒരു സമാധാന പ്രേമിയായി ചിത്രീകരിക്കുകയും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കയ്യിലൊരു വാളൊക്കെ പിടിച്ചിട്ട് അക്രമകാരിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെയും നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചതാണ്. തന്നെയുമല്ല, ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ, ഒരു റവറൻഡ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല അറിവൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു റവറൻഡ് കേരളത്തിലുള്ള ഒരാള് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിന് പേരിട്ടത് മുഹമ്മദ് ദ ഇഡിയറ്റ് എന്നാണ്. ആ മനുഷ്യൻ ആ പുസ്തകത്തിന് പേരിട്ടത് അറിയാമോ നിങ്ങൾക്ക്? അതേ സമയത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയപ്പോൾ അതിൻ്റെ എല്ലാം പേര് യേശു മഹാനായ പ്രവാചകൻ പോലെയുള്ള പേരുകളായിരുന്നു. അങ്ങനെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ പാടുള്ളതല്ല. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർ പറയുന്ന പോലെയല്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, പ്രിയമുള്ളവരെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ മുഹമ്മദ് നബിയെ അള്ളാഹു അയച്ചിട്ടില്ല. ലോകത്തിലെ മുസ്ലിങ്ങൾക്കെന്നല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താകുന്നു, അനുഗ്രഹമാകുന്നു. ആ പ്രവാചകന്റെ കീഴിൽ പഠിച്ച ഒരുപാട് സ്വഹാബി വര്യന്മാരുണ്ട്.
ആ സ്വഹാബി വര്യന്മാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് മുമ്പ് മാതൃകാ പുരുഷന്മാരായി അള്ളാഹുവിന്റെ റസൂൽ അവരെ വളർത്തിയെടുത്തു. അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഹാദിം അള്ളാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്തിരുന്ന, സേവനം ചെയ്തിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദിംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീന ബിൽ മദീന. മദീനയിൽ 10 കൊല്ലക്കാലം അള്ളാഹുവിന്റെ റസൂലിന് ഞാൻ ഖിദ്മത്ത് ചെയ്തു. വന ഉലാമുൻ, ഞാനൊരു കുട്ടിയായിരുന്നു ആ അവസരത്തിൽ. ലൈസ കുല്ലു അംരി കമാ യസ്തഹി സ്വാഹിബി അൻ നകൂന അലൈഹി, എൻ്റെ സ്വാഹിബ് അഥവാ എൻ്റെ യജമാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന പോലെ ആയിരുന്നില്ല എൻ്റെ പ്രവർത്തനങ്ങൾ. കാരണം ഞാനൊരു ചെറിയ കുട്ടിയല്ലേ. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ ഖാല ലീ ഫീഹാ ഉഫിൻ ഖത്തു. ഈ 10 കൊല്ലത്തിനിടയിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉഫിൻ അഥവാ ഛേ എന്ന് പറയുന്ന ഒരു വാക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അധരങ്ങളിൽ നിന്ന് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, വമാ ഖാല ലി, എന്നോട് റസൂലുള്ള പറഞ്ഞിട്ടില്ല, ലിമ ഫഅൽത ഹാദാ, അനസേ നീ എന്തിനാണ് ചെയ്തതെന്നോ, ഔ അല്ലാ ഫഅൽത ഹാദാ, ആ പണി ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നോ പറഞ്ഞിട്ടില്ല. ഒരു പ്രവർത്തനം അനസ് റളിയല്ലാഹു അൻഹു ചെയ്തപ്പോൾ എന്തിനാ മോനെ അത് നീ അങ്ങനെ ചെയ്തത്, അങ്ങനെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ, അങ്ങനെയും പറഞ്ഞിട്ടില്ല. അത്രയും സ്നേഹമായിരുന്നു അനസ് എന്ന് പറയുന്ന സഹാബിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു പ്രിയമുള്ളവരെ എല്ലാ സ്വഹാബി വര്യന്മാരും. ഇങ്ങനെ സ്നേഹിച്ചൊരു നേതാവ് ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, ചരിത്രത്തിലൊക്കെ നിങ്ങൾ ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളുകൾ ഒരുപാട് ഹദിയ കൊണ്ടുവന്ന് കൊടുക്കും. ആ ഹദിയ ഉടനെ തന്നെ സഹാബികൾക്ക് വിതരണം ചെയ്യുകയാണ് റസൂലുള്ള പതിവ്. അങ്ങനെ ഒരിക്കൽ ഒരാളൽപ്പം മുന്തിരി കൊണ്ടുവന്നു. ആ മുന്തിരി സ്വന്തം സഹാബികൾക്ക് വിതരണം ചെയ്യാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്കും കൊടുക്കാതെ അങ്ങോട്ട് തിന്നുകളഞ്ഞു. അത് തിന്നുകളഞ്ഞപ്പോൾ ഒരു സഹാബി ചോദിച്ചു, റസൂലേ, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് തരാറുണ്ടല്ലോ, ഇന്നെന്താ അങ്ങനെ ചെയ്തത്, നിങ്ങൾ തന്നെ തിന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ഈ ലോകത്ത് ഒരാളും പറയാത്ത മറുപടിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞത്. എന്താ അറിയാ പറഞ്ഞത്? ആ കൊണ്ടുവന്ന മുന്തിരി ഭയങ്കര പുളിയായിരുന്നു. അപ്പൊ ആ പുളിക്കുന്ന മുന്തിരി നിങ്ങൾ തിന്നിട്ട് ആ പുളിരസം നിങ്ങൾ അനുഭവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനത് തിന്നത് എന്ന് പറയുന്ന ആ റസൂലിനെ കുറിച്ച് പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചരിത്രത്തിൽ ഒരു നേതാവിനെ നമുക്കിങ്ങനെ കാണാൻ കഴിയില്ല. ഇങ്ങനെ കുറേ ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളെല്ലാം പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും സ്വാഭാവികമാണത്, ഇതൊക്കെ നബിയുടെ അനുയായികളോടല്ലേ ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ റസൂലുള്ള പെരുമാറിയത് എന്ന് ചില ആളുകൾ ചിന്തിക്കും. ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിയോഗികളോട്, ശത്രുക്കളോട് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത് ഏറ്റവും സുന്ദരമായ രീതിയിലായിരുന്നു. നിങ്ങൾക്കറിയാം, റസൂലുള്ളാഹിയുടെ എളാപ്പയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹുദ് യുദ്ധത്തിൽ വഹിഷി എന്ന് പറയുന്ന ഒരു നീഗ്രോ അടിമയെ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉപയോഗപ്പെടുത്തിയിട്ട് കൊലപ്പെടുത്തിയതാണ്. അങ്ങനെയുള്ള ഈ വഹിഷി എന്ന് പറയുന്ന നീഗ്രോ അടിമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ അവസരത്തിൽ റസൂലുള്ളാഹിയുടെ മുന്നിൽ അദ്ദേഹം വന്നു പെട്ടു. മക്ക മുഴുവൻ നബിക്ക് അധീനപ്പെട്ട അവസരത്തിൽ എളാപ്പാനെ കൊന്നുകളഞ്ഞ, ചതിച്ചു കൊന്നുകളഞ്ഞ ഈ വഹ്ഷി എന്ന് പറയുന്ന നീഗ്രോ അടിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു ദിവസം വന്നു പെട്ടു. അങ്ങനെ ആ ചരിത്രം വഹിഷി തന്നെ പറയാൻ, ഇത് ചരിത്ര ഗ്രന്ഥത്തിലുള്ളതല്ല, മറിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെ വഹ്ഷിയെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തിയിട്ട് ചോദിച്ചു, വഹ്ഷിയുൻ, നീയാണല്ലേ വഹ്ഷി
എൻ്റെ എളാപ്പയെ കൊന്നുകളഞ്ഞ വഹ്ശി നീയാണല്ലേ? ഖുൽതു, ഞാൻ പറഞ്ഞു. വഹ്ശി പറയാണ്, നഅം, ഞാനാണ് റസൂലേ വഹ്ശി. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കി. നോക്കണം നിങ്ങൾ, സ്വന്തം എളാപ്പയെ കൊന്ന ഒരു മനുഷ്യനോട് ഇരിക്കൂ എന്ന് പറയുന്ന ഒരു സംസ്കാരം പഠിപ്പിച്ച നേതാവാണ് റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് പറഞ്ഞു ഇജ്ലിസ്. എന്നിട്ട് പറഞ്ഞു, ഫഹദ്ദിസ്നി കൈഫ കാന ഖത്ലുക ഹംസ, എൻ്റെ എളാപ്പ ഹംസയെ എങ്ങനെയാണ് നീ ചതിച്ചു കൊന്നത് എന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് വഹ്ശിയോട് റസൂൽ ചോദിച്ചപ്പോൾ ആ വഹ്ശി തന്നെ പറയാണ് സംഭവം. ഫജലസ്തു ബൈന യദൈ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞാൻ ഇരുന്നു. ഫഹദ്ദസ്തുഹു, നബിയോട് ഞാൻ വിവരിച്ചു കൊടുത്തു. കമാ ഹദ്ദസ്തുകുമാ, നിങ്ങളോട് പറയുന്നത് പോലെ. എല്ലാം റസൂലുള്ള കേട്ടിട്ട് ഫഖാല, റസൂൽ പറഞ്ഞു, വൈഹക, നശിച്ചവനെ, നിന്റെ മുഖം ഞാൻ ഇനി കാണരുത്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം എളാപ്പയെ ക്രൂരമായി കൊന്ന ആളിങ്ങനെ മുന്നിൽ വന്നിട്ട് അയാൾ കൊന്ന മെത്തേഡുകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ കാരുണ്യത്തിന്റെ പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞെന്നറിയോ, നിന്റെ മുഖം ഞാൻ ഇനി കാണരുത്. ചില റിപ്പോർട്ടുകളിൽ കാണാം, നിന്റെ മുഖം കാണുമ്പോൾ എനിക്കെൻ്റെ എളാപ്പയെ ഓർമ്മ വരുന്നു. പ്രിയമുള്ളവരെ, ആ ഹദീസിന്റെ ബാക്കിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നത് വരെ ഈ വഹ്ശി എന്ന് പറയുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്തിനാണിത് പറഞ്ഞു വെച്ചാൽ, നബിയുടെ അനുയായികളോട് മാത്രമല്ല, മറിച്ച് ശത്രുക്കളോട് പോലും വളരെ നല്ല രീതിയിലാണ് റസൂലുള്ള പെരുമാറിയത്. ഉഹുദ് യുദ്ധത്തിൽ ചില സ്വഹാബികളുടെ ശരീരഭാഗങ്ങളൊക്കെ ശത്രുക്കളായ ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ മുറിച്ചെടുക്കുകയും വിരലുകൾ മാലയുണ്ടാക്കി നൃത്തം ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ മനുഷ്യപ്രകൃതിയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിച്ചുപോയി. അവരോട് പ്രതികാരം ചെയ്യണമെന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുള്ളൂ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുമായി വരികയാണ്. ആ ആയത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ലാ തസ്തവി അൽ ഹസനത്തു വലസ്സയ്യിഅ, പ്രവാചകരെ, നന്മയും തിന്മയും ഒരു കാരണവശാലും ശരിയാവുകയില്ല. ഇദ്ഫഅ ബില്ലത്തി അഹ്സൻ ഹിയ അഹ്സൻ, അവർ തിന്മ ചെയ്തോട്ടെ, നല്ല രീതിയിൽ പ്രവാചകരെ താങ്കൾ അതിനെ പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിച്ചാൽ നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രു ഉറ്റമിത്രമായി മാറുന്നത് താങ്കൾക്ക് കാണാൻ നബിയേ. അതുകൊണ്ട് അതിന് പ്രതികാരം ചെയ്യാൻ പാടില്ല, നല്ല രീതിയിൽ അവരുമായി വർത്തിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊടുത്തു. ഇതൊക്കെ റസൂലിനെ ആക്ഷേപിക്കുന്ന ചരിത്രകാരന്മാരും നബിയുടെ ശത്രുക്കളും ഇതൊന്നും വായിക്കാറില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഫിത്ന എന്ന പേരിൽ ഒരു ഡച്ചുകാരനായ ഒരു മനുഷ്യൻ ഒരു സിനിമ ഇറക്കി. ഫിത്ന എന്നാണ് അതിന്റെ പേര്. ആ ഡച്ചുകാരൻ ആ സിനിമ ഇറക്കിയത് ദുരുദ്ദേശത്തോടു കൂടിയായിരുന്നു. വിശുദ്ധ ഖുർആനിനെയും പ്രവാചകനെയും ഇസ്ലാമിനെയും എങ്ങനെയൊക്കെ ആക്ഷേപിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ആ ഫിലിമിൽ അദ്ദേഹം ആക്ഷേപിച്ചിട്ട് ഒരുപാട് പൈസ ആ ഫിത്ന എന്ന സിനിമയിലൂടെ അദ്ദേഹം സമ്പാദിച്ചു. ആ പടം ഒരുപാട് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി, ഇന്ത്യയിലും ഉണ്ടാക്കി ഒരുപാട് ബഹളങ്ങൾ. എന്താണ് ഫിത്നയുടെ സബ്ജക്റ്റ്? അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു സിനിമയായിരുന്നു. ഡച്ചുകാരനായ അർണോൾഡ് വാൻ എന്ന് പറയുന്ന ആള് സംവിധാനം ചെയ്ത ആ സിനിമ. അങ്ങനെ ഈ ആർണോൾഡ് വാൻ എന്ന് പറയുന്ന ഈ ഡച്ചുകാരനോട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഈ ഫിലിമിലൂടെ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചത് മുഹമ്മദ് നബിയുടെ ശത്രുക്കൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടല്ലേ? മുഹമ്മദ് നബിയുടെ അനുയായികൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം
ഈ അർണോൾഡ് വാൻ എന്ന് പറയുന്ന ആളെ വല്ലാതെ സ്വാധീനിച്ചു. ഉടനെ തന്നെ അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള പഠനത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് അദ്ദേഹം ഒരു പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് ആ പള്ളിയിലെ ഇമാമിന്റെ അടുത്ത് ചെന്നു, പരിചയപ്പെടുത്തി ഞാൻ ആരാണെന്നൊക്കെ. ആ ഇമാമുണ്ടല്ലോ വളരെ മനോഹരമായി ഹൃദ്യമായി സ്നേഹത്തോടെ ഈ ഡച്ചുകാരനായിരുന്ന ആർണോൾഡ് വാൻ എന്ന് പറയുന്ന ആളെ സ്വീകരിച്ചിട്ട് ലൈഫ് ഓഫ് മുഹമ്മദ് അഥവാ മുഹമ്മദിന്റെ ജീവിതം എന്ന് പറയുന്ന ശ്രേഷ്ഠകരമായ ബൃഹത്തായ ഒരു പുസ്തകം ആ മനുഷ്യന് കൊടുത്തു. ആ മനുഷ്യൻ അതിരുന്ന് ഇങ്ങനെ വായിച്ചു. ആ പുസ്തകം വായിച്ചു കൊണ്ടേയിരുന്നു. അയാളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഏതൊരു പള്ളിയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നിട്ട് അദ്ദേഹം ഈ പുസ്തകം വായിച്ചുവോ, ആ പള്ളിയിലെ അബൂ ഇസ്മായിൽ എന്ന് പറയുന്ന ഇമാം, ആ ഇമാമിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ആ പള്ളിയിൽ വെച്ചുകൊണ്ട് 2012 ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ മനുഷ്യൻ പള്ളിയെക്കുറിച്ച് പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? സെന്റർ ഓഫ് എവിൾ, പിശാചിന്റെ കേന്ദ്രമാണ് ഇത്തരത്തിലുള്ള പള്ളികൾ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അബൂ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഇമാമിന്റെ കീഴിൽ ചെന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ആ മനുഷ്യൻ 2012 ഹജ്ജ് ചെയ്യാൻ പോയി. അവിടെ ചെന്ന് ഹജ്ജ് ചെയ്തിട്ട് അദ്ദേഹം ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഈ ഫിത്ന എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയ ഡയറക്ടറായിട്ടുള്ള ഈ ആർണോൾഡ് വാനിനോട് ചോദിച്ചു, മക്കയിൽ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഹജ്ജ് ചെയ്യാൻ പോയപ്പോ നിങ്ങൾക്കുണ്ടായ ആ മനസ്സിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവിടെ റൗദ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണല്ലോ ഞാൻ ഈ ഫിത്ന എന്ന് പറഞ്ഞ ഒരു സിനിമ നിർമ്മിച്ചിട്ട് ഈ ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചത്. എന്തൊരു പാപമാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരയുക മാത്രമല്ല, പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ മകനും ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്കതിനും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്, മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു, അല്ലാഹു ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അവനെ വഴിപിഴപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു മരിക്കാൻ കിടക്കുന്ന ഒരു യഹൂദി ബാലന്റെ അടുത്തേക്ക് ഒരു കുടിലിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ ബാലൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ മതക്കാരും അവരുടെ മതത്തിലെ ആചാരങ്ങൾക്കനുസരിച്ച് ചില പ്രാർത്ഥനകളും മറ്റൊക്കെ ചെല്ലും. അപ്പോൾ യഹൂദ ബാലൻ ആ യഹൂദ ബാലന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് നിൽക്കുന്നു. ഈ യഹൂദ ബാലനാകെ കൺഫ്യൂഷനായി. ഞാൻ ഈ മരണസമയത്ത് എൻ്റെ പിതാവ് അടുത്ത് നിന്നിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് ഞാൻ ഉച്ചരിക്കണോ അതോ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ സ്വീകരിക്കണോ? ഇങ്ങനെ കൺഫ്യൂഷനിൽ മരണവെപ്രാളത്തിൽ കിടക്കുന്ന അവസരത്തിൽ ഈ യഹൂദ ബാലന്റെ പിതാവ് അവിടെ നിന്ന് പറയുന്നൊരു വാക്കുണ്ട്. എന്താ വാക്കെന്നറിയോ? അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിക്കുമോനെ. ആരാ അബുൽ ഖാസിം? ഖാസിമിന്റെ പിതാവ്. റസൂലുള്ളാഹിക്ക് ഖാസിം എന്ന് പറഞ്ഞൊരു മോനുണ്ടായിരുന്നു. അപ്പൊ ആളുകളൊക്കെ റസൂലിനെ അബുൽ ഖാസിം എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്നു. അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിക്കുമോനെ എന്നാ ജൂത ബാലന്റെ പിതാവ് പറഞ്ഞപ്പോൾ ആ ബാലൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി കിടക്കുന്നു എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യഹൂദ ബാലന്റെ കുടിലിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ പറയുകയായിരുന്നു. എന്താ പറഞ്ഞിരുന്നറിയോ? അൽഹംദുലില്ലാഹില്ലദീ
അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്ന് ആ യഹൂദ ബാലനെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. ഇതൊക്കെയാണ് റസൂലുള്ള. ഇവക കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിയണം. എന്തൊരു സ്നേഹമായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന് ചെറിയ കുട്ടികളോട്. നമ്മൾക്ക് നൽകുന്നൊരു കൽപ്പന മാത്രം മതി, കൂടുതലൊന്നും നീട്ടി പറയണ്ട. നമ്മൾക്ക് കുട്ടികളോടുള്ള സ്നേഹം വേണമെങ്കിൽ നവംബർ 14 വരണം എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിക്ക് മാത്രമേ കുട്ടികളോട് സ്നേഹമുണ്ടായിരുന്നുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെയൊന്നല്ല കാര്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടികളെ സ്നേഹിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞ ഒരേ ഒരു വാചകം സ്വർണത്തിന്റെ ലിപികളിൽ എഴുതി വെക്കണം. എന്താണെന്നറിയോ പറഞ്ഞത്? എന്നോടും നിങ്ങളോടും പറഞ്ഞതാ. കുട്ടികളൊക്കെ നമ്മൾ സ്നേഹിക്കൂലേ? കുട്ടികളോട് സ്നേഹമില്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? പക്ഷേ അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ താലോലിക്കരുത്. അതാണ് കുട്ടികളോടുള്ള സ്നേഹം. നിന്റെ അടുത്ത് അനാഥ കുട്ടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ കുട്ടികളെ നീ ചുംബിക്കാനും സ്നേഹിക്കാനും നിൽക്കരുത്. കാരണം നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് വാപ്പയില്ലാത്ത കുട്ടിയാണ്. നോക്കണം നിങ്ങൾ ആ മനഃശാസ്ത്രം. അതാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂലിന് കുട്ടികളോടുണ്ടായിരുന്ന സ്നേഹം. അതാണ് ആ കുട്ടികളെ പുറത്ത് വെച്ച് കുതിര കളിക്കുമായിരുന്ന പ്രവാചകൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉടനെ തന്നെ ഓതിയിരുന്ന സൂറത്ത് ചെറുതാക്കുകയും പെട്ടെന്ന് നമസ്കാരം തീർക്കുകയും ചെയ്യുന്ന പ്രവാചകന്റെ ആ സ്നേഹം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം ഒരു യുദ്ധക്കളത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ ഒരു ചെറിയ പാല് കുടിക്കുന്ന കുട്ടി ഒരു സ്ത്രീയുടെ നെഞ്ചത്തിങ്ങനെ അമർന്നിരിക്കുകയാണ്. ആ കുട്ടിയെ കണ്ടപ്പോൾ ആ ചരിത്രം പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇങ്ങനെ ഒരിക്കൽ പോലും കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രയും സ്നേഹമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന് കുട്ടികളോട്. അപ്പോൾ ഏതോ അനുചരൻ പറഞ്ഞു അത്രേ, അതൊരു മുശ്രിക്കിന്റെ കുട്ടിയല്ലേ? അതിന് മറുപടി റസൂല് കൊടുത്തത്, മുശ്രിക്കിന്റെ കുട്ടിയും കുട്ടിയാണ്, ഒരു ബാലനാണത് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ മറുപടി കൊടുത്തത്. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ ഒരു ചെറിയ ആയത്തിനെ എത്ര വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നറിയാമോ? ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ പ്രവാചകരെ താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. എല്ലാവരോടും കാരുണ്യം. കുട്ടികളോട് കാരുണ്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരു സ്ത്രീ വ്യഭിചരിച്ചതിന്റെ ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് നബിയുടെ മുന്നിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നീ സനൈതു, ഞാൻ വ്യഭിചരിച്ചു, ശിക്ഷ നടപ്പാക്കണം എനിക്കെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ അവര് വെറുതെ വിടുകയും വീണ്ടും വീണ്ടും അലട്ടുന്നത് കണ്ടപ്പോൾ പ്രസവിച്ചു വരാൻ വേണ്ടി ഭരണാധികാരിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും പ്രസവിച്ചു വന്നപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ട് ആ റൊട്ടി കഷ്ണം ആ കുട്ടി സ്വയം തിന്നുന്നത് കണ്ടതിന് ശേഷമാണ് പ്രിയമുള്ളവരെ ആ ശിക്ഷ നടപ്പാക്കുന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില സംഭവങ്ങളാണ്. അതുപോലെ തന്നെ മുതിർന്നവരോട്, പ്രായമുള്ള ആളുകളോട് റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തൊരു സ്നേഹമായിരുന്നു. പ്രായമുള്ള ആളുകളോട് ഒരിക്കൽ റസൂലുള്ളാഹിനെ കാണാൻ വന്നൊരു മനുഷ്യൻ ഇങ്ങനെ വിറക്കുന്നുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂലാണ്. അങ്ങനെ വിറക്കുന്ന ആളോട് റസൂലുള്ളാഹി പറയാണ്, ഉണക്ക മാംസം പാകം ചെയ്തിരുന്ന ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ. നിങ്ങൾ എന്തിനാണ് എന്നെ കാണുമ്പോൾ വിറക്കുന്നത്? ആ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു. എന്നാ പഠിപ്പിച്ചത്? മല്ലം യുവക്കിർ കബീറനാ വലം യർഹം സഗീറനാ വലൈസ മിന്നാ. മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും എൻ്റെ അനുയായിയല്ല എന്ന് പഠിപ്പിച്ചു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ ഭരണകൂടവും ഏറ്റെടുത്തിരിക്കുകയാണ്, അല്ലേ? കുട്ടികളോട് തൊഴിൽ ചെയ്യിക്കരുതെന്നും അവരെ സ്നേഹിക്കണമെന്നും ഭരണകൂടം പറയുന്നില്ലേ? പ്രായമായവരെ ആദരിക്കണമെന്ന് ബസ്സിൽ കയറിയാൽ നമ്മൾ കാണുന്നില്ല
അവർക്ക് പ്രത്യേക സീറ്റ്, സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ ഉടലെടുത്തിട്ടില്ലേ? അപ്പൊ ഇതെല്ലാം തന്നെ ലോകത്തിന് കരുണയായിട്ടല്ലാതെ താങ്കളെ ഞാൻ അയച്ചിട്ടില്ല എന്ന ആ വചനത്തിന്റെ സാക്ഷാത്കാരമാണ്. അപ്പൊ കുട്ടികളോട്, മുതിർന്നവരോട്, സഹാബികളോട്, ശത്രുക്കളോട്, ഇവരോടെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ പെരുമാറ്റം ഇങ്ങനെയായിരുന്നു. എന്തിനധികം ജീവികളോട് പോലും കരുണ വേണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലൊക്കെ ഈ കാളപ്പോര് മുതലായിട്ടുള്ള ചില രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ആളുകൾക്ക് കണ്ട് രസിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചില ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കാറില്ല, ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചിരിക്കുന്നു അനിത്തഹരീഷി, പോര്, മൃഗങ്ങൾ തമ്മിലുള്ള പോര്, ബൈനൽ ബഹായിം, മൃഗങ്ങൾ തമ്മിലുള്ള പോര് 1444 വർഷം മുമ്പ് റസൂലുള്ള നിരോധിച്ചു. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് എന്ന പേരിൽ നടന്നു വരുന്ന ഈ മൃഗപ്പോര് അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. പക്ഷേ അവിടെ നടപ്പാക്കാൻ പറ്റണില്ല. ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് കാര്യമില്ലല്ലോ, ആളുകൾ സമ്മതിക്കണ്ടേ? ഇത് 1400 വർഷം മുമ്പ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ. ഈ കാളപ്പോര്, മൃഗപ്പോര് പാടില്ല എന്ന് പറഞ്ഞു. ഒരിക്കൽ റസൂലുള്ള സഹാബികളുമായി നടന്നു പോകുമ്പോൾ കുറെ ഉറുമ്പുകളെ ആരോ കരിച്ചിട്ടിരിക്കുന്നു, തീ കൊടുത്ത് കരിച്ചിട്ടിരിക്കുന്നു. റസൂല് സഹാബകളോട് ചോദിച്ചു, മൻ ഹറക ഹാദിഹി, ഇതിനൊക്കെ ആരാണ് കരിച്ചിട്ടത്? കുല്ലാ, ഞങ്ങൾ പറഞ്ഞു, നഹ്നു, ഞങ്ങളാണ് നബിയേ. ഖാല, റസൂലുള്ള പറഞ്ഞു, ഇന്നഹു ലാ യംബഗി അൻ യുഅദ്ദിബ ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ, തീ കൊണ്ട് ശിക്ഷിക്കാൻ തീനെ സൃഷ്ടിച്ച റബ്ബിന് മാത്രമേ അധികാരമുള്ളൂ എന്ന സഹാബാക്കളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെ എല്ലാ രംഗത്തും റസൂലിന്റെ മാതൃക നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃക പിൻപറ്റി നമ്മൾ ജീവിക്കുമ്പോൾ അതാണ് ശരിക്കും പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അതാണ് മറ്റുള്ള സമൂഹം നമ്മളെ നോക്കിയിട്ട് പറയും, ഇതാ ആ മുസ്ലിമിനെ കണ്ട് പഠിക്കുകയെന്ന് പറയും. പക്ഷെ അങ്ങനെ പറയുന്നൊരവസ്ഥ ഇന്ന് പല സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ളതല്ലേ വസ്തു.